രാവിലെ തന്നെ എണീറ്റ് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ നേരെ സ്കൂളിൽ പോയി. സ്കൂളിൽ പോകുന്ന വഴിക്കുന്ന അത് ചെയ്യണം, ഇത് ചെയ്യണം, പോർഷൻസ് തീർക്കണം, അങ്ങനെ എന്തൊക്കെ പ്ലാനുകളായിരുന്നു അറിയോ. പിന്നെ ഞാൻ അവിടെ ചെന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ സ്കൂളിൽ കയറിപ്പോയി. സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നേ. ഉച്ചവരെ നമുക്ക് അവറൊന്നുമില്ലായിരുന്നു, നമുക്കിന്ന് ഒരവർ മാത്രമേ പഠിപ്പിക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ലൈബ്രറിയൊക്കെ ഒന്ന് കാണാൻ പോയി. ഉച്ചവരെ ലെസൺ പ്ലാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത്, പഠിപ്പിക്കാനുള്ളതിനെ നോട്ട് ചെയ്ത് അവിടെ ഇരുന്നു. ഉച്ചയ്ക്ക് നമുക്ക് ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക്. ഇന്ന് ഞാനും സ്കൂളിൽ നിന്ന് തന്നെ കഴിച്ചത്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് എൻ്റെ ക്ലാസ് എത്തി. എക്സ്പെക്റ്റേഷൻസ് മീറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് ഞാൻ അവിടെ വെച്ചാണ് മനസ്സിലാക്കിയത്. ഞാൻ പ്രിപ്പയർ ചെയ്ത് പോകുന്നതൊന്നും എനിക്ക് അവിടെ പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ല. എനിക്ക് നല്ല സങ്കടം തോന്നി. അങ്ങനെ ചിരിച്ച് കളിച്ച് പോയിട്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. പിന്നെ കുട്ടി പറഞ്ഞു ഫുഡ് കഴിക്കാൻ പോകുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. സാധാരണ ആഹാരം കഴിക്കാൻ പോകുമ്പോഴെങ്കിലും വിഷമമൊക്കെ ഒന്ന് മാറുന്ന, ഇതെന്താ കഴിച്ചതെന്നുള്ള കാര്യം പോലും എനിക്ക് ബോധമില്ലായിരുന്നു. അത്തരത്തിൽ ജീവിതമേ മടുത്തു എന്ന് തോന്നിയൊരു നിമിഷമായിരുന്നു അത്. അങ്ങോട്ട് പോയപ്പോൾ ഉള്ള ചിരിച്ച മുഖമൊന്നും തിരിച്ചു വരുമ്പോൾ ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. കുറേ കരഞ്ഞ് ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. പക്ഷേ പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനായിരുന്നു. വെൽക്കം ടു ഡേ 3 ഓഫ് മൈ ടീച്ചിങ് പ്രാക്ടീസ്. ഇന്നലെ ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ടീച്ചിങ് പ്രാക്ടീസ് ഭയങ്കര സുന്ദരമായൊരു കാലഘട്ടമായിരിക്കും എന്നൊക്കെ എനിക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ തകർന്നടിഞ്ഞു പോയി. ഇനി അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറി വരണം. സോ ഇനി ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് ഫിനിഷ് ചെയ്യണം എന്നുള്ളൊരു എയിമോട് കൂടി ഇറങ്ങാൻ പോവാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വണ്ടി എത്തി. നമ്മൾ വണ്ടി കയറി നേരെ സ്കൂളിലും പോയി. ഇന്ന് എന്നത്തേക്കാളും ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പോർഷൻ തീർക്കണം എന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ചാൽ പോയത്. സൂക്ഷ്മം എന്ന ടീച്ചേഴ്സും കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ അവേഴ്സും കിട്ടി. അങ്ങനെ എക്സ്ട്രാ അവർ കയറി യുദ്ധം ചെയ്ത് കൊച്ചുങ്ങളെ കുറച്ചൊക്കെ വേർപ്പിച്ചെങ്കിലും ഞാൻ ഇന്നത്തെ പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സമാധാനം എനിക്ക് തിരിച്ചു വന്നപ്പോഴുണ്ടായിരുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ പേടിച്ച് മാറി നിൽക്കുന്നതുകൊണ്ട് ഒരു പരിഹാരമാവുന്നില്ല. അതൊക്കെ മനസ്സിലാക്കി അത് ധൈര്യത്തോടെ ഏറ്റെടുത്തത് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യമായിട്ട് വേണ്ടുന്നതേ സെൽഫ് കോൺഫിഡൻസ് ആണ്.